തോ ബസ്ലോം ലഹെർഗോ ദ തെഷയീൻ ഉ ഷബുവോ ദ ലേശോനോ സുറിയോയോ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 96ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പൗരസ്ത്യ സുറിയാനി അക്ഷരങ്ങളും സ്വരങ്ങളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പഠിച്ചത് ആലപ്, ബേസ്, ഗാമൽ, ദാലസ്, ഹേ, വാവ്, സൈൻ, ഹേസ്, തേസ്, യോത്. പുതുതായിട്ട് പഠിക്കുന്നത് കാപ്പ്. കാപ്പ് എഴുതുന്ന രീതി 1, 2. കാപ്പ് ഉച്ചാരണം ക, അക്കം 20. കാപ്പ് എന്ന അക്ഷരത്തിന് മൃദു ഉച്ചാരണവും കഠിന ഉച്ചാരണവുമുണ്ട്. മൃദു ഉച്ചാരണത്തെ സൂചിപ്പിക്കാൻ അടിയിൽ കുത്തിടുന്നു. ഉച്ചാരണം ക എന്നാണ്. മൃദു കഠിന ഉച്ചാരണങ്ങൾ തമ്മിൽ കാര്യമായ വ്യത്യാസം ഇല്ല. മുകളിൽ കുത്തിടുമ്പോൾ കഠിനമായിട്ടും താഴെ കുത്തിടുമ്പോൾ മൃദുവായിട്ടും ഉച്ചരിക്കുന്നു. ന്യൂമറിക്കൽ വാല്യൂ 20. ഇതിന് ഒന്നിലധികം രൂപങ്ങളുണ്ട്. അന്ത്യാക്ഷരമായി തൊട്ടു മുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുമ്പോൾ കാപ്പ് എങ്ങനെയാണ് എഴുതുന്നത്? എഴുതുന്ന രീതി കാണാം. 1, 2, 3. ഇതാണ് അന്ത്യാക്ഷരമായി തൊട്ടു മുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന കാപ്പ്. ഇത് എഴുതുന്ന രീതി 1, 2, 3. ഇനി അന്ത്യാക്ഷരമായി തൊട്ടു മുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതാത്ത കാപ്പ് എഴുതുന്നത് കാണാം. 1, 2, 3. കാപ്പ് എന്ന അക്ഷരം 3 രീതിയിൽ, ആദ്യം, പിന്നീട് അന്ത്യാക്ഷരമായി തൊട്ടു മുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന കാപ്പ്, മൂന്നാമതായി തൊട്ടു മുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതാത്ത കാപ്പ്. അടുത്ത അക്ഷരം ലാമത്ത്. ഇത് എഴുതുന്ന രീതി 1, 2. ലാമത്ത് ല 30. അടുത്ത അക്ഷരം മീം. ഇത് എഴുതുന്ന രീതി 1, 2, 3. മീം മ, അക്കം 30. അന്ത്യാക്ഷരമായി വരുന്ന മീം ഇപ്രകാരമാണ് എഴുതുന്നത്. നേരത്തെ കണ്ട മീമുമായി ഇതിന് വ്യത്യാസമുണ്ട്. ഇത് എഴുതുന്ന രീതി 1, 2, 3, 4. മീം 2 രീതിയിൽ എഴുതാം. ആദ്യവും ഇടയ്ക്കൊക്കെ വരുന്ന മീം, പിന്നീട് അന്ത്യാക്ഷരമായി വരുന്ന മീം. അടുത്തത് നൂൻ. ഇത് എഴുതുന്ന രീതി 1, 2, 3. നൂൻ ന 40. ഉച്ചാരണം ന, അക്കം 40. ഇതും അന്ത്യാക്ഷരമായി വരുമ്പോൾ രൂപം മാറുന്നു. തൊട്ടു മുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന നൂനാണ് ഇത്. ഇത് എഴുതുന്ന രീതി 1, 2. ഇനി അന്ത്യാക്ഷരമായി വരുമ്പോൾ തൊട്ടു മുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതാത്ത നൂൻ. അത് എഴുതുന്ന രീതി 1, താഴേക്ക് നീളത്തിലൊരു വര. നൂൻ എന്ന അക്ഷരം 3 രീതിയിൽ എഴുതാം. ആദ്യവും ഇടയ്ക്കൊക്കെ വരുന്ന രൂപം. അന്ത്യാക്ഷരമായി തൊട്ടു മുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുന്ന നൂൻ രണ്ടാമത്. തൊട്ടു മുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതാത്ത നൂൻ മൂന്നാമത്. ഈ 4 അക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന രീതി കാണാം. കാപ്പ്, ലാമത്, മീം, നൂൻ. ഈ 4 അക്ഷരങ്ങളും ഇരുവശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ച് എഴുതുന്നു. ബേത്ത്, കാപ്പ്, ബേത്ത്. കാപ്പ് 2 സൈഡിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ബേസ്, ലാമത്, ബേസ്. ലാമത് 2 വശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. മീം, ബേസ്, മീം, ബേസ്. നൂൻ, ബേസ്, നൂൻ, ബേസ്. 2 വശങ്ങളിലെയും അക്ഷരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കാപ്പ്, മീം, നൂൻ ഈ 3 അക്ഷരങ്ങൾ
അന്ത്യാക്ഷരങ്ങളായി വരുമ്പോൾ രൂപം മാറുന്നു. ബേസും കാപ്പും. ഇവിടെ കാപ്പ് ബേസുമായി ബന്ധിപ്പിച്ച രൂപമാണ് ഇത്. വാവും കാപ്പും. ഇവിടെ വാവ് ഇടതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ച് എഴുതുകയില്ല. അപ്പോൾ അന്ത്യാക്ഷരമായി വരുന്ന കാപ്പ് വാവുമായി ബന്ധിപ്പിക്കാത്ത കാപ്പിൻ്റെ രൂപമാണ് ഇത്. അന്ത്യാക്ഷരമായി വരുന്ന മീം ബേസ് മീം. ഇനി അന്ത്യാക്ഷരമായി തൊട്ടുമുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിച്ച നൂൻ ബേസ് നൂൻ. തൊട്ടുമുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിക്കാത്ത നൂൻ വാവും നൂനും. വാവ് ഇടതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിക്കുന്നില്ല, അതുകൊണ്ട് അന്ത്യാക്ഷരമായി തൊട്ടുമുമ്പിലെ അക്ഷരവുമായി ബന്ധിപ്പിക്കാത്ത നൂനാണ് ഇത്. ഇനി സ്വരങ്ങളാണ് നമ്മൾ പഠിച്ച സ്വരങ്ങൾ. ആ ആ, ഏ ഏ, ഓ ഓ, ഊ ഊ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ എന്ന സ്വരമാണ്. യോദ് എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ ഒരു കുത്തിടുമ്പോൾ അത് ഈ എന്നോ ഈ എന്നോ വായിക്കാവുന്നതാണ്. ഈ എന്ന സ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമുണ്ടെങ്കിൽ ദീർഘമായി ഈ എന്നും, സ്വരമില്ലെങ്കിൽ ഹ്രസ്വമായി ഈ എന്നും ഉച്ചരിക്കുന്നു. ഉദാഹരണം, ഈദ. ആലപ്പ് എന്ന അക്ഷരത്തിന് ഈ എന്ന സ്വരമുണ്ട്. അതിനുശേഷം വരുന്ന ദാലസ് എന്ന അക്ഷരത്തിന് സ്വരമുള്ളത് കൊണ്ട് ഈ എന്ന സ്വരം ദീർഘമായി ഇത് ഈദ എന്ന് വായിക്കുന്നു. കയ്യ് എന്നാണ് ഇതിൻ്റെ അർത്ഥം, ഹാൻഡ്. ഇസ് ഗന്ധ. ഇവിടെ ആലപ്പ് എന്ന അക്ഷരത്തിന് ഈ എന്ന സ്വരമുണ്ട്. അതിനുശേഷം വരുന്ന സൈൻ എന്ന അക്ഷരത്തിന് സ്വരമില്ല, അതുകൊണ്ട് ഇത് ഈസ് എന്നല്ല ഇസ്. ഗാമലിന് ഹ്രസ്വമായ ആ എന്ന സ്വരത്തിന് ശേഷം വരുന്ന ദാലസിന് സ്വരമുള്ളത് കൊണ്ട് ഗ എന്ന അക്ഷരം ഇരട്ടിച്ച് ഗന്ധ എന്ന് വായിക്കുന്നു. ഇസ് ഗന്ധ. അംബാസിഡർ, രാജ്യത്തിൻ്റെ പ്രതിനിധി, രാജ്യപ്രതിനിധി എന്നാണ് ഇസ് ഗന്ധ എന്ന വാക്കിൻ്റെ അർത്ഥം. അക്ഷരങ്ങളോട് സ്വരങ്ങൾ ചേർത്ത് നമുക്ക് കാണാം. കാ, കോ അല്ലെങ്കിൽ കോ, കൂ അല്ലെങ്കിൽ കൂ, കി അല്ലെങ്കിൽ കീ, ലാ ലാ, ലേ ലേ, ലോ അല്ലെങ്കിൽ ലോ, ലു അല്ലെങ്കിൽ ലു, ലീ അല്ലെങ്കിൽ ലീ, മാ അല്ലെങ്കിൽ മാ, മേ മേ, മോ അല്ലെങ്കിൽ മോ, മൂ അല്ലെങ്കിൽ മൂ, മീ അല്ലെങ്കിൽ മീ, ന ന, നേ നേ, നോ അല്ലെങ്കിൽ നോ, നു അല്ലെങ്കിൽ നു, നീ നീ. ചില വാക്കുകൾ എമ്മ. എ എന്ന ഹ്രസ്വസ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമുള്ളത് കൊണ്ട് മീം എന്ന അക്ഷരം ഡബിൾ ചെയ്ത് ഉച്ചരിക്കും. എമ്മ. അമ്മ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഐക്ക. ആ എന്ന സ്വരത്തിന് ശേഷം യൂത് വരുമ്പോൾ ഐ എന്നുച്ചരിക്കും. ഐക്ക. എവിടെ എന്നാണ് ഐക്ക എന്നുള്ളതിൻ്റെ അർത്ഥം, വേർ. ഐക്കന്ന. ഇതിൻ്റെ അർത്ഥം എങ്ങനെ, ഹൗ. ക എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരമുണ്ട്, അത് ഹ്രസ്വസ്വരമാണ്. അതിനുശേഷം വരുന്ന സ്വരമുള്ള അക്ഷരം ഡബ്ല്യും, അതുകൊണ്ടാണ് നൂൻ ഡബിൾ ചെയ്ത് ഐക്കന്ന എന്ന് ഉച്ചരിക്കുന്നത്. എങ്ങനെ എന്നാണ് വാക്കിൻ്റെ അർത്ഥം, ഹൗ. നൂന. ഊ എന്ന സ്വരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് സ്വരമുള്ളത് കൊണ്ട് ഊ ദീർഘമായി ഉച്ചരിക്കും. നൂന, ഫിഷ്, മത്സ്യം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. മല്ലേൽ. മീം എന്ന അക്ഷരത്തിന് ആ എന്ന സ്വരമുണ്ട്, ഹ്രസ്വസ്വരമാണ്, അതുകൊണ്ടാണ് ലോമത് ഡബിൾ ചെയ്തതെന്ന്. മല്ലേൽ, അവൻ സംസാരിച്ചു, ഹി സ്പോക്ക് എന്നാണ് ഇതിൻ്റെ അർത്ഥം. മെൽഹ, ഉപ്പ് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം, മെൽഹ.
കൽബ, ഡോഗ്, പട്ടി എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. കൽബ. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നിച്ച് കാണാം. അക്ഷരങ്ങൾ: ആലബ്, ബേസ്, ഗാമൽ, ദാലസ്, ഹേ, വാവ്, സൈൻ, ഹേസ്, തേസ്, യോത്, കാപ്പ്, ലാമത്ത്, മീം, നൂൻ. സ്വരങ്ങൾ: ആ, എ, ഓ അല്ലെങ്കിൽ ഓ, ഉ അല്ലെങ്കിൽ ഉ, ഈ. എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക്സ് എ ലോട്ട്. തൗദി സാഗി.